ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുമ്പോൾ, ഇരുട്ടിലേക്ക് വീണുപോയി എന്ന് കരുതുമ്പോൾ, ഉള്ളിൽ പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചം നിറയ്ക്കാൻ വോയിസ് ഓഫ് ഹോപ്പ് ടോക്സിലേക്ക് സ്വാഗതം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാൾ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ നമ്മുടെ ലോകം അവസാനിച്ചുവെന്ന്? മുറിയടച്ചിട്ട് ആരോടും സംസാരിക്കാതെ ഫോണിലെ പഴയ മെസ്സേജുകളും നോക്കി കരഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം നമ്മുടെ ഇടയിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ ഈ സങ്കടം ആരും കാണുന്നില്ലെന്ന്. പക്ഷേ നിങ്ങളൊന്നു മാത്രം മറക്കരുത്, നിങ്ങൾ മുറിയടച്ചിരുന്ന് കരയുമ്പോൾ പുറത്ത് വറ്റാത്ത കണ്ണീരോടെ നെഞ്ചുരുകി നിൽക്കുന്ന 2 പേരുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾ എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കണ്ണിലെ സങ്കടം, നിങ്ങളുടെ ആഹാരത്തോടുള്ള മടുപ്പ്, നിങ്ങളുടെ ആ മൗനം, ഇതിനെല്ലാം വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും. ലോകത്ത് മറ്റാരേക്കാളും മുൻപ് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്കും ഒട്ടും വേണ്ട. അതിലൊരു കോംപ്രമൈസുമില്ല. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് വിചാരിക്കുക. കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെയോ കണ്ണീരിൻ്റെയോ വില അറിയാത്ത ഒരാളായിരുന്നു അവർ. നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾ മോചിതനാകുമ്പോൾ മാത്രമാണ് നിങ്ങളെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പോകുന്ന മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വഴിയൊരുങ്ങുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഒരാളെ കാലം നിങ്ങൾക്ക് കൊണ്ടുതരൂന്നേ. ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് അവഗണന മാത്രമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് സുഹൃത്തെ അവിടെ നിൽക്കുന്നത്? അവിടെ നിന്നും ഇറങ്ങിപ്പോരുക. ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം. നിങ്ങളെ കരയിപ്പിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനി ആ മുറിയുടെ വാതിൽ തുറക്കുക. നിങ്ങളുടെ വിഷമം വായിച്ചറിഞ്ഞ് ഉള്ളിൽ കരയുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെല്ലുക. അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കൂ. അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. നിങ്ങളെ വേണ്ടാന്ന് വെച്ചവരുടെ മുന്നിൽ തളർന്നു വീഴുകയല്ല വേണ്ടത്. പകരം നിങ്ങളുടെ വിജയത്തിലൂടെ അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. സ്വന്തം കരിയറിൽ ശ്രദ്ധിക്കുക, സ്വപ്നങ്ങൾക്ക് പുറകെ പോവുക. നിങ്ങളെ നഷ്ടപ്പെടുത്തിയവർ ഒരു നാൾ ഓർത്ത് വിഷമിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. തോറ്റുകൊടുക്കരുത്. വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുക. കാരണം നിങ്ങളുടെ വസന്തം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പോസിറ്റീവ് ചിന്തകൾക്കായി നമ്മുടെ വോയിസ് ഓഫ് ഹോപ്പ് ടോക്സ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ചിന്തയുമായി വീണ്ടും എത്താം. അതുവരെ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. Thank you.